ിക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ മകനാണ്. അറിയാൻ മേലാത്ത ചെറുതലമുറക്കാരോ ആരാണെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, ആ പേര് ധരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് പ്രദ്യുമ്നൻ. അനിരുദ്ധൻ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നന്നാണ്. അവരുടെയെല്ലാം വ്യക്തിത്വം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് അതേപോലെ ആകാൻ നമ്മൾ ശ്രമിക്കണം. വളരെ ശ്രീകൃഷ്ണന്റെ നാമം ഒരിക്കൽ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളെ പറ്റി ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു അവസരവും പ്രദ്യുമ്നനോ അനിരുദ്ധനോ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പം നമ്മുടെ അച്ഛനമ്മമാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും നമ്മളുടെ ഭാഗത്തൊന്നും വരാതിരിക്കാൻ ഈ മാതൃകാ പുരുഷന്മാരെല്ലാം ഓർക്കട്ടെ, അവരെ ഇടയ്ക്ക് ഓർക്കണം. അതേ പേര് ധരിക്കുന്ന എനിക്ക് വളരെ 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 ബഹുമാനം തോന്നുന്നുണ്ട്. ആ പേര് തന്നെ എങ്ങനെ അത് അദ്ദേഹത്തിന് ഇട്ടു. അദ്ദേഹത്തിന് മാതാപിതാക്കളുടെ ആ ദീർഘവീക്ഷണം വളരെ അപൂർവമല്ലേ. ആ ഭാഗത്ത് എവിടെ ചെന്ന് ഈ പേര് ചോദിച്ചാലും കൃത്യം ആ ലക്ഷ്യത്തിൽ തന്നെ ചേരും. വേറെ ആർക്കും പേരില്ല. അതുപോലെ ചില പേരുകളുണ്ട്. ആദിത്യൻ ഞങ്ങളുടെ അടുത്തൊരു പേരുള്ളതാണ്. ആള് ആദിത്യനെ പോലെ തന്നെയാ, ശകലം കൂടുതൽ ചൂടാണെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ വന്ന് ആദിത്യനെ തിരക്കാൽ കൃത്യം ആ വീട്ടിൽ തന്നെ കൊണ്ടുവിടും. ഇതുപോലെ സെലക്ട് ചെയ്ത പേരുകൾ എന്നുള്ളതാണ്. ഏതായാലും മുക്തകങ്ങളെ കുറച്ച് ഭാഗമൊന്നും ചൊല്ലാം. കണ്ണാടി എടുത്തിട്ടില്ല, ശകലം തപ്പലുണ്ട്, അതിന്റെ ഒരു വിഷമം എനിക്ക് വരും. അൻപത്തൊന്നക്ഷരത്തിനധിപതി സുഹൃതേ വന്ദനീയേ ശരണ്യേ സന്താപം തീർത്തു നിത്യം കരുണ സുധഭരം തൃക്കടാക്ഷമേകൂ. എന്തായാലും നമിക്കും അടിയനിതാ സദാ ത്വൽപാദാംഭോജയുഗ്മം. എന്തായേ മേച്ചേരിൽ ചെറുവള്ളിക്കാവിലമ്മേ നമസ്തേ. വാണീദേവി വരാംഗനെ വരദയായി വാഴും നമസ്തേശ്വരി. വാണീദേവി വരാംഗനെ വരദയായി വാഴും സമസ്തേശ്വരി. നീ ഒന്നേ വിജ്ഞാന നിദ്രാമൃത വാണി ദോഷമകറ്റിടാൻ മാധുരീ ഇവനിലും ജിഹ്വാഗ്രസ്ഥാനമായി വാണിടേണമതിന് നിൻ പദതളേ. ദേവി നമിക്കുന്നിതേ വാണി വൈഭവമോഹിനി. മമ മനം ഏറ്റം കുളിർപ്പാക്കേണമേ. മേച്ചേരിൽ ചെറുവള്ളിക്കാവിലമ്മേ നമസ്തേ. ഇക്കാണുന്ന ചരാചരത്തെ അഖിലം സൃഷ്ടിച്ചു കാക്കുന്നൊരാ തൽക്കാരുണ്യസുധാനിധേ ശരണികേ വാണി മഹാദായികേ. മൽക്കർമാരുളവാം മഹാദുരിതമോ നീക്കിടുവാൻ അംബികേ. തക്കം പോലെ അനുഗ്രഹം ചൊരിയണമേ ചെറുവള്ളിക്കാവിലംബികേ. അരിപ്പറങ്കുമേ ചേരിൽ ചെറുവള്ളിക്കാവിലമ്മേ ഭഗവതി. നാരായണീ വിശ്വരൂപ നാമജപാ വിവർജിതേ. സച്ചിത് ബ്രഹ്മാണ്ഡനാഥേ ചെറുവള്ളിക്കാവിലമ്മേ മഹാദായികേ. സ്വച്ഛന്തം കാത്തുകൊൾകഴിയനെ ഷഡത്വാതീത രൂപിണി. മേച്ചേരിൽ വീട്ടിലെന്തേ സുഹൃതം ഇരുളും ലോകമാകെ ഭരിക്കും സച്ചിത് ബ്രഹ്മാണ്ഡനാഥേ ചെറുവള്ളിക്കാവിലമ്മേ മഹാദായികേ. ഇച്ഛാശക്തി ജ്ഞാനശക്തി സർവശക്തി സ്വരൂപിണി ത്രിപുര സുന്ദരി. സ്വച്ഛന്തം കാത്തുകൊള്ളുക ഷട്തോദീ.
ഷട്കോടി രൂപിണി ലളിതാംബികേ. 51 അക്ഷരത്തിൻ നിറകുട നിലയെ ചെറുവള്ളി കാവിലമ്മേ വാണീദേവി വരങ്കനെ വരദയായി വാഴും സമസ്തേശ്വരി. വാരാരാധ്യ വിരുദ്ധഭാവിരാജ വിയതോന്മുഖി വദന സ്മരമാംഗല്യേ ഗൃഹതോരണ ചില്ലികായൈ. വാണീദോഷമകറ്റുവാൻ ചൊരിയണേ വിജ്ഞാനമെന്നും അംബികേ. മാണിക്യമൗടാകാര ജാനുദ്വയ വിരാജിതേ മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹമാദായേ. പ്രാണോദര പ്രാണധാത്രി മൂലഹൃത് നരൂപിണി ചെറുവള്ളി കാവിലമ്മേ വിശ്വേശ്വരി നമസ്തേ. ഇത് മനസ്സിൽ തട്ടി എഴുതാണെന്നുള്ളതിന് ആരും പ്രത്യേകം പറയേണ്ടതില്ല, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ലളിതാ സഹസ്രനാമത്തിലെ ചില ലൈനുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അറിയാതെ ഇതിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും ഇങ്ങനെ ഒരു മഹാ നിധി തന്നെ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരാനിടയായതിൽ അഭിമാനിക്കാം നമുക്ക്. അമ്മേ കാത്തുകൊള്ളണേ.